സംഘടനയായിട്ട് അല്ലെങ്കിൽ സാധുജന പരിപാലന സംഘത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി നമുക്കതിന് കഴിയുന്ന രീതിയിലേക്ക് മാറാൻ നമ്മൾ ഈ ദിവസം മുതൽ നമ്മൾ മുന്നോട്ട് വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു നാളുകളായി വേടൻ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളെല്ലാം തന്നെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വില്ലുവണ്ടിയെക്കുറിച്ചും തലപ്പാവിനെ കുറിച്ചുമൊക്കെ. അപ്പോ ഇപ്പോഴത്തെ ചെറുപ്പക്കാര്, പുതുതലമുറയിലുള്ളവർ തന്നെ അത് ഏറ്റുപറയുകയും ചെയ്യുന്ന ഈ സമയത്ത് വേടന് ഇങ്ങനെ ഒരു പുരസ്കാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തീരുമാനമെടുത്തപ്പോ പല സ്ഥലങ്ങളിൽ നിന്നും ഇത് ശരിയാണോ എന്ന് ചോദിച്ചവരുണ്ട്. എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്ന് ചോദിച്ചവരുണ്ട്. ഞങ്ങൾ അവരോട് പറഞ്ഞത് 1893 മഹാത്മാവിന്റെ 30ാമത്തെ വയസ്സിൽ രാജപാതയിലൂടെ വില്ലുവണ്ടി ഓടിച്ച് പൊതു ഇടം തുറന്നു തന്ന മഹാത്മാവിനെ പോലെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊന്നും ആരും എത്തിപ്പെടാത്ത ഒരു വലിയ ക്രൗഡിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മഹാത്മാവിനെ കുറിച്ച് പറയാൻ ഈ 30ാമത്തെ വയസ്സിൽ വേടനെ കഴിഞ്ഞു. വീണ്ടും ചരിത്രം കുറിച്ചതാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പുരസ്കാരം വേടന് തന്നെ കൊടുക്കണമെന്ന് തീരുമാനിച്ചത്. ഇതേ പേരിൽ പല വ്യക്തികൾ, പല സംഘടനകൾ പലർക്കും കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം കൊടുക്കരുതെന്ന് പറഞ്ഞവരുണ്ട്. നമ്മൾ പറയുന്നു, സാധുജന പരിപാലന സംഘം ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. ഈ പുരസ്കാരം വേടന് തന്നെ കൊടുക്കണമെന്ന് തീരുമാനിച്ചത്. ഈ കാണുന്ന 83.25 സെന്റ് ഭൂമിക്കകത്ത് ഇത്രയും ജനങ്ങളെ കൂട്ടി ഒരു പരിപാടി ചെയ്യണമെന്ന് വർഷങ്ങളായിട്ട് സാധുജന പരിപാലന സംഘം ആഗ്രഹിക്കുകയാണ്. കാലം നമുക്ക് തെളിയിച്ചതാണ് ഈ ദിവസം ഇതിൽ കൂടുതൽ പുറത്തു നിൽക്കുന്നവരുണ്ട്. അത് വേടനെ കാണാമെന്നവരാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മള് വേടൻ ഈ പുരസ്കാരം കൊടുക്കുമ്പോൾ ചരിത്രം നാളെ മുതൽ തിരുത്തി കുറയ്ക്കാൻ പോവുകയാണ്. ഇതൊരു തുടർ പ്രവർത്തനമായിട്ട് നമ്മൾ മാറ്റും. ഈ ജനസമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നവർക്ക് ഈ പുരസ്കാരം നമ്മൾ വീണ്ടും കൊടുക്കും. അത് ഈ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും. ഇങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാ സ്ഥലങ്ങളിലും, തിരുവനന്തപുരത്ത് തന്നെ പല സ്ഥലങ്ങളിലും പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഇവിടെ വന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ട ആൾക്കാരാണ്. മഹാത്മാവിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്മൃതി മണ്ഡപത്തിൽ വന്ന് പുഷ്പാർച്ചന ചെയ്തു പോവേണ്ടവരാണ്. ഇവരൊക്കെ പല സംഘടനകളായി മാറി നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ മണ്ണിനെ കേസ് പറഞ്ഞു വാങ്ങിയതാണ് നമ്മള്. നിങ്ങളുടെ ഇത് ഇത്രയും ജനങ്ങളെ ഈ കൂട്ടി ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് അവസരം ഒരുക്കിയത് ഈ നാട്ടിലെ സംഘടനയോട് താല്പര്യമുള്ള, മഹാത്മാവിനോട് ആഭിമുഖ്യമുള്ള വേടനെ കാണാമെന്നവരാണ്. നമ്മൾ ഒന്നിച്ചു നിന്ന് ഇന്നത്തെ ദിവസം അത് തകർക്കാൻ പറ്റില്ല എന്നും കൊണ്ടുവരാൻ പാടില്ല എന്നും പറഞ്ഞ് പല മേഖലയിൽ നിന്നും